നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നതിനും ടൂറിസം മേഖലയിലെ വികസനത്തിനും മുൻതൂക്കം നൽകുന്നതിനായി രൂപീകരിക്കപ്പെട്ട നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നു. ഇതിന്റെ ഭാഗമായി 29-ന് TK കോളനിയിൽ വെച്ച് നിശ ക്യാമ്പ് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിലമ്പൂർ രാമൻകുത്തിൽ കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന 13-കാരന് പാമ്പ് കടിയേറ്റു. നിലമ്പൂർ രാമൻകുത്ത് ചിറക്കാട്ട് ഷിനോജിന്റെ മകൻ ആൽവിനോ ഷിനോജിനാണ് കട്ടിലിൽ കിടക്കുമ്പോൾ കൈവിരലുകൾക്ക് പിറകിലായി കടിയേറ്റത്. ചുള്ളിയോട് ഏലക്കല്ലിൽ തെരുവുനായ ആക്രമണം. മദ്രസ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് തെരുവുനായകൾ പാഞ്ഞെടുത്തത്. ചാലിയാറിന് കരുതലായി SYS പുഴ ശുചീകരണ യജ്ഞം. പുഴയൊഴുകട്ടെ പുഞ്ചിരിയോടെ എന്ന സന്ദേശത്തിൽ സംഘടിപ്പിച്ച പുഴ ശുചീകരണ യജ്ഞം മമ്പാട് ഓടായിക്കൽ കടവിൽ AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നീലഗിരിയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ഗൂഡല്ലൂർ സ്വദേശിയായ രവിയാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വാർത്തകൾ വിശദമായി. നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നതിനും ടൂറിസം മേഖലയിലെ വികസനത്തിനും മുൻതൂക്കം നൽകുന്നതിനായി രൂപീകരിക്കപ്പെട്ട നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നു. ഇതിന്റെ ഭാഗമായി 29-ന് TK കോളനിയിൽ വെച്ച് നിശ ക്യാമ്പ് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ വേറെ എവിടെയും ഇല്ലാത്ത ഒരു അത്ഭുത പ്രതിഭാസം നടക്കുന്നുണ്ട്. അത് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പ്രതിഭാസമാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മാത്രമല്ല, പുറത്തുള്ള ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണ്. നമ്മുടെ അമരമ്പലത്തുള്ള TK കോളനി ലക്ഷക്കണക്കിന് മിന്നാമിനുകൾ ഒരേ സമയത്ത് പ്രകാശിച്ച് നിൽക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നത് പലർക്കും അറിയില്ല. ആ ഒരു കാഴ്ച കാണാൻ വിദേശങ്ങളിലൊക്കെ പല ആളുകളും ഡോളർ കണക്കിന് സംഖ്യ നൽകിക്കൊണ്ട് ആണ് ആ കാഴ്ച കാണാൻ പോകുന്നത്. പക്ഷെ അതിനേക്കാൾ അവിടെയൊക്കെ കണ്ട ആളുകൾ പറയുന്നത് അതിനേക്കാൾ വലിയ രീതിയിൽ അത്ഭുതകരമായ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ആ കാഴ്ച ഉണ്ടാകുന്നത്. അപ്പം ആ കാഴ്ച കാണാൻ ഒരു അവസരമൊരുക്കാൻ, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അത് കാണിച്ചു കൊടുക്കാൻ, മനം നിറഞ്ഞ് ആസ്വദിക്കാനും പുറത്തേക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ ഫയർഫ്ലൈസ് നിശ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അടുത്ത ബുധനാഴ്ചയാണ് വൈകിട്ട് 6 മുതൽ 10 വരെയാണ് ആ നിശ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പ്രഗത്ഭരായ ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികളുണ്ട്. അതോടൊപ്പം തന്നെ ഒന്നിച്ച് ഈ കാഴ്ച കാണാൻ രാത്രിയിൽ വനത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു യാത്രയും സംഘടിപ്പിക്കുന്നുണ്ട്. അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ് അത്. നമുക്ക് കിട്ടുന്ന അപൂർവമായിട്ടുള്ള ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഒരു പ്രത്യേക പ്രദേശത്ത് ആയിരക്കണക്കിന് മിന്നാമിനുങ്ങുകൾ ഒരേ സമയം എത്തുന്നുവെന്ന അത്ഭുത പ്രതിഭാസം നേരിട്ട് സന്ദർശിക്കുന്നതിനായാണ് ക്യാമ്പ് നടത്തുന്നത്. വിദേശത്തുള്ളവരെ അടക്കം ആകർഷിക്കുന്ന ഈ സവിശേഷ സാഹചര്യം നേരിട്ട് കാണാൻ നാട്ടുകാർക്കും അവസരമൊരുക്കുകയാണ് ലക്ഷ്യം. വൈകിട്ട് 6 മുതൽ 10 വരെയാണ് ക്യാമ്പ്. അമരമ്പലം TK കോളനിയിലെ ഗ്രേറ്റ് ഹോൺബിൽ റിസോർട്ടിൽ വെച്ച് വനം വകുപ്പുമായി സഹകരിച്ചാണ് പരിപാടി. ഏകദേശം 1.5 വർഷമായിട്ട് നിങ്ങൾക്കറിയാം, ഈ ഒരു ടീം ഇതിന് വളരെ വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന എല്ലാ ഫെസിലിറ്റീസും യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ, നമ്മളിതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ നടത്തിയ കോൺക്ലേവ് ഒരു ഇൻ്റർനാഷണൽ സംവിധാനത്തിന് തത്തുല്യമായ രീതിയിലാണ് നമ്മളിത് നടത്തിയിട്ടുള്ളത്. ഇത് തന്നെയാണ് ഞങ്ങളുടെ കൺവീനർ ഈ വിഷയം പറഞ്ഞത്. വളരെ സ്റ്റഡീസ് ചെയ്തിട്ട് ഇപ്പം ലോകത്തിൽ നടക്കുന്നൊരു പ്രതിഭാസമാണ് ഈ മിന്നാമിനുങ്ങിൻ്റെ ഒരു സർട്ടൺ ടൈമിൽ ഈ ഒരു ജീവികൾ വന്നിട്ട് ഈ ഒരു പ്രതിഭാസം നടത്തുന്നത്. ഇത് കാണാൻ എത്രയോ വിദേശം തന്നെ ടൂറിസ്റ്റുകളല്ല വരുന്നത്. ഇൻഫാക്റ്റ് അവിടെ സയൻറ്റിസ്റ്റുകളാണ് വരുന്നത്. ഹൗ ഇറ്റ്സ് ഹാപ്പൻ,
എങ്ങനെ ഈ ഒരു സർട്ടൺ ടൈമിൽ ഇവിടെ ഈ പ്രതിഭാസം നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനും കൂടിയാണ് അവർ വരുന്നത്. ആ ഒരു സാധ്യതയാണ് ഞങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് നിലമ്പൂർ മേഖലയിലുള്ള ആൾക്കാർ മാത്രമല്ല, ആരൊക്കെയാണോ നിലമ്പൂരിനെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇത് ഇഷ്ടപ്പെടുന്നവർ, ഇത്തരത്തിലുള്ള ഒരുപാട് പോസിബിലിറ്റീസ്, ഇത്രത്തോളം വലിയ നാച്ചുറൽ ഫിനോമിനകൾ കാണുവാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നത്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 94 47 35 33 27 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. യുവജന സംഘടനകൾക്കും ക്ലബ്ബുകൾക്കും പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. എല്ലായിടത്തും ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ അപൂർവമായി കാണുന്ന ഇത്തരം പ്രതിഭാസങ്ങൾ, മിന്നാമിനിങ്ങിൻ്റെ ആയാലും, ചില നമ്മുടെ ഈ പൂവാടി ഭാഗത്ത് തന്നെ പൂമ്പാറ്റകളുടെ ഒരു വലിയ കൂട്ടം, മനോഹരമായ കാഴ്ച നമ്മളെ നിലമ്പൂർ കണ്ടുവരാറുണ്ട്. അത് ഈ ചാലിയാർ പഞ്ചായത്തിലെ പൂവാടി എന്ന് പറയുന്ന സ്ഥലത്ത്. അതുപോലെ തന്നെ വളരെ അതിമനോഹരമായൊരു കാഴ്ചയാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, കൂടുതൽ ജനങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത്തരം പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും നമ്മുടെ ആളുകൾ അറിയാതെ പോകുന്ന മനോഹരമായ കാഴ്ചകളാണ്. ഇത് കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അവരിൽ ഈ വിവരം എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കൂടി ഒരു ഡ്യൂട്ടിയാണ്. വാർത്താ സമ്മേളനത്തിൽ മുജീബ് ദേവശ്ശേരി, TC സമദ്, സനിൽകുമാർ, U നരേന്ദ്രൻ, PM ഖാലിദ് എന്നിവർ പങ്കെടുത്തു. നിലമ്പൂർ രാമൻകുത്തിൽ കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന 13-കാരന് പാമ്പ് കടിയേറ്റു. നിലമ്പൂർ രാമൻകുത്ത് ചിറക്കാട്ട് ഷിനോജിന്റെ മകൻ ആൽബിനോ ഷിനോജിനാണ് കട്ടിലിൽ കിടക്കുമ്പോൾ കൈവിരലുകൾക്ക് പിറകിലായി കടിയേറ്റത്. പാമ്പ് കടിച്ച പാടുകൾ കണ്ടതോടെ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുട്ടി നിലവിൽ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശുപത്രി വിടാൻ കഴിയുമെന്നും പിതാവ് ഷിനോജ് പറഞ്ഞു. പൂക്കോട്ടുംപാടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ചുള്ളിയോട് ഏലക്കല്ലിൽ തെരുവുനായ ആക്രമണം. മദ്രസ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് തെരുവുനായകൾ പാഞ്ഞെടുത്തത്. പുലർച്ചെ മദ്രസയിലേക്ക് പോയി തിരിച്ചു വരികയായിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ് തെരുവ് നായകൾ കൂട്ടത്തോടെ പാഞ്ഞെടുത്തത്. തലനാരിഴയ്ക്കാണ് കുട്ടികൾ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. പ്രദേശത്ത് കുറച്ചുകാലമായി തെരുവ് നായ ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിരാവിലെ മദ്രസകളിലേക്കും തുടർന്ന് സ്കൂളുകളിലേക്കും പോകുന്ന കുട്ടികൾക്കും കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രികർക്കും ഈ തെരുവ് നായക്കൂട്ടങ്ങൾ വലിയ ഭീഷണിയാകുന്നുണ്ട്. പെട്ടെന്ന് നായകൾ കൂട്ടത്തോടെ പാഞ്ഞെടുക്കുന്നത് കുട്ടികളിൽ വലിയ ഭീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രക്ഷിതാക്കളുടെ കൂട്ടില്ലാതെ കുട്ടികളെ പുറത്തേക്ക് വിടുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. മാലിന്യങ്ങൾ അലക്ഷ്യമായി തള്ളുന്നതാണ് നായകൾ പെരുകുവാൻ കാരണമാകുന്നതെന്നും സൂചനയുണ്ട്. മുൻപും സമാനമായ രീതിയിൽ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും ഗ്രാമപഞ്ചായത്തും ബന്ധപ്പെട്ട അധികാരികളും അടിയന്തരമായി ഇടപെടണം എന്നാണ് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ശക്തമായ ആവശ്യം. ചാലിയാറിന് കരുതലായി SYS പുഴ ശുചീകരണ യജ്ഞം. പുഴയൊഴുകട്ടെ പുഞ്ചിരിയോടെ എന്ന സന്ദേശത്തിൽ സംഘടിപ്പിച്ച പുഴ ശുചീകരണ യജ്ഞം മമ്പാട് ഓടായിക്കൽ കടവിൽ AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഏറ്റവും നമ്മൾ സംരക്ഷിക്കേണ്ട ജലം തന്നെയാണ്. ജലം സംരക്ഷിക്കുക മാത്രമല്ല, അത് മലിനമാകാതെ സൂക്ഷിക്കുക എന്നുള്ളതും SYS എടുത്തു പറയുന്ന ഒന്നാണ്. കാരണം ഈ ഒട്ടനവധി രോഗങ്ങൾ ഈ ചൂട് വരുന്നതോടുകൂടി ഉപയോഗിക്കുന്ന വെള്ളം കൊണ്ട്, മലിനമായ വെള്ളം ഉപയോഗിച്ച് വളരെ ഗുരുതരമായ രോഗങ്ങൾ കൂടി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അതൊക്കെ തടഞ്ഞു നിർത്തുക. ഓരോ തുള്ളി വെള്ളവും അത് അങ്ങേയറ്റം നമുക്ക് നമ്മുടെ നാടിനും ജനങ്ങൾക്കുമുള്ളതാണ്. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും തിരിച്ചടിയാവുമ്പോൾ പ്രകൃതി സംരക്ഷണത്തിന് നാം കൂടുതൽ ബാധ്യസ്ഥരാവുകയാണെന്നും പുഴയും മറ്റ് ജലസ്രോതസ്സുകളും സ്വാഭാവികത നിലനിർത്തി സംരക്ഷിക്കപ്പെടണമെന്നും AP അനിൽകുമാർ MLA പറഞ്ഞു. ചാലിയാറിനെ വീണ്ടെടുക്കുവാൻ SYS നടത്തുന്ന പുഴ ശുചീകരണ യജ്ഞം മികച്ച മാതൃകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. SYS ജില്ലാ ഉപാധ്യക്ഷൻ ഷെരീഫ് സാദി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ M അബ്ദുറഹ്മാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മമ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗം രജീഷ് ഊട്ടുപുറത്ത്, SYS ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങളായ CK നാസർ മുസ്ലിയാർ, C അൻവർ വല്ലപ്പുഴ, കേരള മുസ്ലിം ജമാഅത്ത് സോൺ സെക്രട്ടറി അബ്ദുൽ വഹാബ്,
സഖാഫി മമ്പാട്, അക്ബർ ഫൈസി മമ്പാട്, സൊഫ്വാൻ അസ്ഹരി എന്നിവർ സംസാരിച്ചു. SYS മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മമ്പാട്, ഒടായിക്കൽ, എടവണ്ണ, അരീക്കോട്, എടവണ്ണപ്പാറ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പുഴ ശുചീകരണ യജ്ഞം നടത്തിയത്. പുഴയുടെ തീരത്തുള്ള പ്രധാന കടവുകൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ ഇടങ്ങൾ എന്നിവിടങ്ങളിലെ മാലിന്യം നീക്കം ചെയ്തു. വിവിധയിടങ്ങളിലായി 2000-ലേറെ SYS സാന്ത്വനം സന്നദ്ധ പ്രവർത്തകർ പങ്കാളികളായി. നീലഗിരിയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ഗൂഡല്ലൂർ സ്വദേശിയായ രവിയാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഗൂഡല്ലൂർ ഓവേലി ആറോട്ടുപാറയിലാണ് സംഭവം. സമീപത്തെ ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ പങ്കെടുക്കുകയായിരുന്നു രവി. ഇതിനായി വെള്ളം എത്തിക്കുവാൻ അടുത്തുള്ള കുളത്തിലേക്ക് പോയതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ രവി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. എടവണ്ണയിലെ ഒരു ഖബറിടത്തിന് സമീപം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ചെറിയ നിശബ്ദ കാവൽ തുടരുകയാണ്. ഒരു തെരുവ് നായയുടെ കാവൽ. മനുഷ്യരുടെ തിരക്കിനിടയിൽ പലപ്പോഴും മറഞ്ഞു പോകുന്ന വിശ്വസ്തതയും നന്ദിയും ഇവിടെ ഓരോ നിമിഷവും തെളിഞ്ഞു നിൽക്കുന്നു. പത്തപ്പിരിയം പെരുവിൽ കൊണ്ട് വലിയ പീഡിക്കൽ ആമിനയുടെ ഓർമ്മകളോട് ചേർന്നതാണ് ഈ കഥ. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം മകളുടെ വീട്ടിൽ നിന്നും മടങ്ങി വരുന്നതിനിടെ വീടിന് സമീപം ആമിന കുഴഞ്ഞു വീണു. ആ സമയത്ത് ആരും സംഭവം ശ്രദ്ധിച്ചില്ല. എന്നാൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു തെരുവ് നായയ്ക്ക് അത് സാധാരണ കാഴ്ചയായിരുന്നില്ല. അസാധാരണമായ രീതിയിൽ കുരച്ചു മൂടിയും നാട്ടുകാരെയും വീട്ടുകാരെയും അറിയിക്കുവാൻ അത് ശ്രമിച്ചു. ആ ശബ്ദം കേട്ട് ഓടിയെത്തിയവരാണ് ആമിനയെ കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ നായ നമുക്ക് ശ്രദ്ധപ്പെടുന്നത് ഈ താത്ത, അതായത് ഈ ഉമ്മ മരിച്ചത് കഴിഞ്ഞതിന് ശേഷം മക്കളെല്ലാവരും വന്നിട്ട് 5 വക്തിന് മക്കളെല്ലാവരും വന്നിട്ട് ഖബറിൻ്റെ അടുത്തേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പോകും. അതിൻ്റെ കൂടെ ഈ നായും ഇവരെ ഒപ്പം പോരും. ഈ മക്കളെല്ലാവരും വന്ന് പള്ളിയിലോട്ട് കയറുമ്പോൾ ഈ നായ പോയി കണ്ട് ഖബറിനൊക്കെ പോയി കിടക്കും. അങ്ങനെ ഈ മക്കൾ നമസ്കാരം കഴിഞ്ഞാണ്ട് ഖബറിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നായ അവിടെ നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോരുമ്പോൾ അതിൻ്റെ കൂടെ ഈ നായും തിരിച്ചു വന്ന് അവരെ വീട്ടിലേക്ക് പോകും. പെട്ടെന്നാണ് ഈ താത്താനെ മരണം പിടികൂടുന്നത്. ആ പിടികൂടുന്ന സമയത്ത് അവിടെ ആരും ഇല്ലാത്തപ്പോൾ ഈ നായയാണ് ഒച്ചും വിളി ഉണ്ടാക്കിയാണ്ട് ജനങ്ങളെ വിളിച്ചു കൂട്ടിയത്. ഈ നായയാണ്. ആ നായൻ്റെ എന്നുമില്ലാത്ത ശബ്ദങ്ങളൊക്കെ കേട്ടിട്ടാണ് ജനങ്ങൾ അവിടെ കൂടി. അങ്ങനെയാണ് ജനങ്ങളിത് അറിയുന്നത്, ഈ താത്ത മരിച്ചു കിടക്കണമെന്ന് അറിയുന്നത്. ആമിന ഈ നായയ്ക്ക് സ്ഥിരമായി ഭക്ഷണം നൽകിയിരുന്നവളായിരുന്നു. ആ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കുവാൻ ഈ സംഭവം മാത്രം മതി. മരണത്തിന് ശേഷവും ആ ബന്ധം അവസാനിച്ചില്ല. മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയപ്പോഴും ആ നായ ഒപ്പം ഉണ്ടായിരുന്നു. ഖബറടക്കത്തിനായി കൊണ്ടുപോയപ്പോൾ അടുത്ത ബന്ധുവിനെ പോലെ അത് ഖബർ സ്ഥാനത്ത് വരെ കൂടി നടന്നു. ചടങ്ങുകൾ കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയിട്ടും ആ മണ്ണ് വിട്ടു മാറുവാൻ അത് തയ്യാറായില്ല. കഴിഞ്ഞ 3 ദിവസങ്ങളായി ആമിനയുടെ മക്കളും പേരക്കുട്ടികളും ഖബർ കാണാൻ എത്തുമ്പോൾ അവരോടൊപ്പം എത്തുന്ന ഈ നായ അവർ മടങ്ങുന്നതുവരെ ഖബറിന് ചുറ്റും നിശബ്ദമായി കാവലിരിക്കുന്നു. വാക്കുകളില്ലാതെ ഒരു ബന്ധം എത്ര ആഴമേറിയതാകാം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ദൃശ്യമാണിത്. മനുഷ്യർക്കിടയിൽ പോലും അപൂർവമാകുന്ന നന്ദിയും സ്നേഹവും ഒരു തെരുവ് നായയുടെ പ്രവൃത്തിയിൽ ഇങ്ങനെ തിളങ്ങുമ്പോൾ കാണുന്നവരുടെ കണ്ണുകൾ നനയാതെ ഇരിക്കില്ല. കരുളായി പഞ്ചായത്തിലെ കോട്ടുപാറയിൽ ജനവാസ മേഖലയിൽ പാമ്പിന്റെ സാന്നിധ്യം വീട്ടുകാരെയും നാട്ടുകാരെയും ഭീതിയിലാഴ്ത്തി. കോട്ടുപാറയിലെ ആലിങ്ങൽ അഹമ്മദ് കുട്ടിയുടെ വീട്ടുമുറ്റത്താണ് ഇന്ന് രാവിലെ മൂർഖൻ പാമ്പ് എത്തിയത്. വീട്ടിലെ വളർത്തുപൂച്ചയുമായി പാമ്പ് കളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വീട്ടുകാർ വിവരമറിയുന്നത്. അപകട സാധ്യത മുന്നിൽ കണ്ട് ഉടൻ തന്നെ വീട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ കാരണം വലിയൊരു ദുരന്തമാണ് ഒഴിവായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മെയ് 4-ന് വോട്ടെണ്ണൽ നടക്കുന്ന ജില്ലയിലെ കേന്ദ്രങ്ങളിലേക്കുള്ള ഉദ്യോഗസ്ഥരുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ നേതൃത്വത്തിൽ കളക്ടറുടെ ചേംബറിലാണ് റാൻഡമൈസേഷൻ നടന്നത്. ജില്ലയിലെ 16 മണ്ഡലങ്ങളിലേക്കുള്ള 7 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്കാണ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 1456 ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുത്തത്. ഇതിൽ 441 കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, 574 കൗണ്ടിംഗ് അസിസ്റ്റന്റ്മാർ, 441 മൈക്രോ ഒബ്സർവർമാർ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഓർഡർ സോഫ്റ്റ്വെയർ വഴി അറിയിപ്പുകൾ ലഭിക്കും. ഇവർക്കായി ഏപ്രിൽ 29, 30 തീയതികളിൽ ആദ്യഘട്ട പരിശീലനം സംഘടിപ്പിക്കും. തുടർന്ന് മെയ് 2-ന് രണ്ടാം ഘട്ട റാൻഡമൈസേഷനും മെയ് 3-ന് പരിശീലനവും നടക്കും. ജില്ലയിൽ 5 ലൊക്കേഷനുകളിലെ 7 കേന്ദ്രങ്ങളിലാണ് മെയ് 4-ന് വോട്ടെണ്ണൽ നടക്കുന്നത്. കൊണ്ടോട്ടി, ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം എന്നീ നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ മലപ്പുറം ഗവൺമെന്റ് കോളേജിലും നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളുടേത് നിലമ്പൂർ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലും നടക്കും. വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി എന്നീ മണ്ഡലങ്ങളുടേത് യഥാക്രമം തിരൂരങ്ങാടി KM മൗലവി മെമ്മോറിയൽ ഓർഫനേജ് അറബിക് കോളേജ്,
തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിരൂരങ്ങാടി ഓർഫനേജ് അപ്പർ പ്രൈമറി സ്കൂൾ എന്നിവിടങ്ങളിൽ നടക്കും. താനൂർ, തിരൂർ, കോട്ടക്കൽ മണ്ഡലങ്ങളുടേത് തിരൂർ SSM പോളിടെക്നിക്കിൽ നടക്കും. തവനൂർ, പൊന്നാനി മണ്ഡലങ്ങളുടേത് പൊന്നാനി അച്യുതവാര്യർ ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കും. റാൻഡമൈസേഷൻ നടപടികളിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ജയശ്രീ S. വാര്യർ, ADM CS രാജേഷ്, NIC ജില്ലാ ഓഫീസർ N. സഹന, വിവിധ മണ്ഡലങ്ങളിലെ റിട്ടേണിംഗ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.